Tecnologia. Hey guys, welcome back to my new vlog. ഇന്ന് നാരങ്ങ ഉണ്ടല്ലോ, ഉപ്പും മുളകും കാന്താരി മുളകൊക്കെ ഇങ്ങനെ മുറിച്ചങ്ങ് ഇട്ടിട്ടുണ്ടല്ലോ. കുറച്ച് സുറുക്കും വിനാഗിരി ഒഴിച്ചിട്ട് ഒരു പിടി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നട്ടുച്ചയ്ക്ക് ഒരു പിടി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ പറയുമ്പോൾ തന്നെ എനിക്ക് വെള്ളം വരിക. നാരങ്ങ ഓട്ടെ താഴെ ഉണ്ട്. ആ രണ്ട് നാരങ്ങ, ഒന്ന് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഞങ്ങൾക്ക്. ആ നാരങ്ങ എവിടെ വെച്ചിക്കണേ? രാവിലെ ആയപ്പോൾ എനിക്കെന്തായി നാരങ്ങ എന്നാലും ഒരു പൂതി. അപ്പോൾ ഞാൻ എന്തായി തൊട്ട് മേലെ തന്നെ നാരങ്ങ മരം കേട്ടോ, അവിടെ ആയിട്ട് ഞാൻ എന്താക്കി നേരെ അങ്ങോട്ട് വിട്ട് നാരങ്ങ പറിച്ച് എന്താ ചെയ്യുക നമുക്ക്. ഒരു നാരങ്ങ പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ആ സൈസാക്കിയിട്ട് ഉപ്പുമുളക് ഇട്ടിട്ട് നല്ല എരിവൊക്കെ ഇട്ടിട്ട് നല്ല എന്താ പറയുക ഒരു നല്ലോണം നമുക്ക് കഴിക്കാം. ഞാൻ കാണിച്ചത് നിങ്ങളെ ഞാൻ കൊതിപ്പിക്കും കേട്ടോ. പറിച്ച് ഇതിന് ഉപ്പും മുളകും അതൊക്കെ ഇട്ട് ഇങ്ങനെ സൈസാക്കി എടുക്കുമ്പോഴല്ല ഇപ്പം ഗൈസ് നമ്മളിവിടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, മുളകുണ്ട്, പിന്നെ നാരങ്ങ, ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരി, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇത് മേക്ക് ചെയ്യാൻ പോകാം കേട്ടോ. ഇതിൻ്റെ പൈതി ഉണ്ടാക്കും, പിന്നെ പൈതി മാറ്റി വെക്കും, പൈതി നമ്മളിവിടെ വെച്ചുണ്ടാക്കും. ഇനി ഇതെല്ലാം അടിപൊളിയായിട്ട് മേക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മളിവിടെ സ്റ്റാൻഡൊക്കെ സെറ്റാക്കി ഇരിക്കണേ, മൊബൈൽ ഇവിടെ വെക്കും. ബാക്കി ഞങ്ങൾ അത് അവിടെ നിന്ന് വെച്ച് നല്ല വൃത്തിക്ക് കാണുക, എന്നിട്ട് ഞാൻ തിന്നണ കണ്ടിട്ട് ഇങ്ങനെ കൊതിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഈ ബബ്ലി മൂസ് ഇത് കത്തി വെച്ച് മുറിക്കാണ്ട് കേട്ടോ. നമ്മൾ കത്തി വെച്ചൊന്ന് സൈസാക്കിയിട്ട് സെറ്റാക്കാം. ആദ്യം നമുക്കിത് മുറിക്കാം. കണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ? ഇനി ഈ സൈഡ് രണ്ട് ഭാഗം സൈസാക്കി എടുക്കണം. ഇവിടെ ഇങ്ങനെ അതിന് നമ്മൾ ഇവിടുന്ന് ഒറ്റ വരങ്ങനെ വരച്ചിട്ട് ഓക്കെ, ഇതാണ് സെറ്റ് ആയിട്ടുണ്ട്. ഈ നമുക്ക് ഇതില്ലേ ഈ വരച്ചു കഴിഞ്ഞില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ അവിടെ നിന്ന് അങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ വരും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ തൊലി അപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം പൊളിക്കണം. ഇവിടെ അങ്ങനെ തോളാട്ടുണ്ട്. ഇത് ഇവിടുത്തെ മറ്റേ പച്ച തൊലിയൊക്കെ കളഞ്ഞുണ്ട് കേട്ടോ. പച്ച തൊലിയുള്ളതൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നടുവിൽ ഇങ്ങനെ കൈയിടുക, ഇങ്ങനെ മുറുക്കിതാക്കിയിട്ട് രണ്ട് ഭാഗത്ത് ഇങ്ങനെ പൊളിക്കുമ്പോൾ ഇത് രണ്ടെണ്ണം ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. നമ്മൾ പകുതി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നാരങ്ങയുടെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുളക്, ആ ചെറിയ മുളക് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് നട്ടു വെച്ച് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ കാണിച്ചിട്ട് എങ്ങനെ തിന്നണ്ടായിരുന്നു കേട്ടോ. ആവശ്യമില്ലാത്ത നാരങ്ങ ഇവിടെ വെക്കാം. ഇത് നമുക്ക് ഇങ്ങനെ പൊളിച്ചിടാം. എങ്ങനെ വെച്ചാൽ
ആ ഇതാ നമ്മളെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ നല്ല അടിപൊളിയായിട്ട് നല്ല മധുരം ഉണ്ടോ, നല്ല മധുരം ഉണ്ട്. നല്ല മധുരം ഉണ്ട്. പൈത്ത് തോന്നുന്നു, കുറച്ച് വലുതന്നെയാണ് നോക്കിയെടുത്തത്. നമുക്ക് നേരെ മുളക് സൈസാക്കാനുള്ള പുറപ്പാട്. നേരെ മുളക് അതിന് തണ്ടിങ്ങനെ മുറിച്ചളയാം, ഈ തണ്ടിങ്ങനെ മുറിച്ചളയാം, ഇങ്ങനെ അരിയാം. മുളക് പൊടി എന്തിനാ വെച്ചാൽ അതിൻ്റെ ഒരു ചൊവ്വയും കിട്ടും, പിന്നെ കുറച്ച് എരിവും കൂടുതലായിരിക്കും. ഇനി കുറച്ച് വിനാഗിരി കൈ കൊണ്ട് മിക്സ് ആക്കണാണെങ്കിൽ സേഫ് കേട്ടോ. ഇങ്ങനെ നാരങ്ങയൊക്കെ അതിന് കൈ കൊണ്ട് മിക്സ് ആക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇങ്ങനെ നിൽക്കണം, ഇതിൻ്റെ കട്ടയൊക്കെ ഉണ്ടല്ലോ പൊട്ടിക്കണം. പരിപാടി കഴിഞ്ഞില്ലേ? ആ മുളകൊക്കെ നോക്ക്, ഏത് സാധനം മണത്ത്. ഓ ഒന്നും പറയല്ല കേട്ടോ, ഇനി സാധനം. ആഹാ വേണ്ട. മുളകൊക്കെ കാണുന്നുണ്ടോ? മുളക് കാണുന്നുണ്ടോ? അതാ മുളക് കാണുന്നുണ്ടോ? എന്നാ വേണോ? കുറച്ച് വേണോ? എന്നാ ഈട മനമേ. ഇങ്ങനെ മുളക് ഇങ്ങനെ എടുക്കുക, ഇപ്പം പിടിക്കുക. ഈ മുളക് ഉണ്ടല്ലോ, ഈ മുളക് ഇതിനിപ്പോൾ ഇനി എടുക്കുക. ഒരു 2 മുളക് എടുക്കാം. ഇതാ മുളക് കാണുന്നുണ്ടോ? മുളക് ഞാൻ കാണിച്ചുതരാം. ഇത് കാണുന്നുണ്ടോ? 2 മുളക് കാണുന്നുണ്ടോ? ഇതാ കാണുന്നുണ്ടോ? പിന്നെ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് എരിവുള്ള വെള്ളം കേട്ടോ. എരിവ് സഹിക്കാൻ പറ്റിയവർക്ക് അത് കുടിക്കാനായിട്ടുള്ളൂ, അത് വേറെ കാര്യമുണ്ട്. അയ്യോ എരിവ് കൂടിപ്പോയി. എന്താ എരിവ്?
ചുണ്ടൊക്കെ ഈർത്ത്. പൈസ ഞാനുണ്ടല്ലോ ചുണ്ടൊക്കെ ഇരിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് നിൽക്കാം, തോട്ടിക്ക് നിൽക്കാം. മോന്ന് മുക്കിയൊക്കെ വേണ്ടിയിട്ട്, ഈ തണുത്തളത്ത് മുക്കിയൊക്കെ വേണ്ടി തോട്ടിക്ക് വന്നോ. ഓ എരിയാണല്ലോ, തൊണ്ടയിൽ കൂടെ അങ്ങനെ തീ ഇങ്ങനെ വരും. തീ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ തലയൊക്കെ ഇങ്ങനെ കടന്ന് കറങ്ങുക. എന്ത് എരിവായിരുന്നു, മുളകൊക്കെ കടിച്ച് അരച്ചിങ്ങനെ ഇറങ്ങുകൊണ്ടല്ല ചുണ്ടൊക്കെ പുകഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത അടിപൊളി കണ്ടൻ്റ് ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സി യു.